അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ നിലവിളി അങ്ങയുടെ പക്കലെത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ നിലവിളി അങ്ങയുടെ പക്കലെത്തട്ടെ. എൻ്റെ കഷ്ടതയുടെ നാളിൽ എന്നിൽ നിന്ന് മുഖം തിരിക്കരുതേ. ഞാൻ അങ്ങേ വിളിക്കുമ്പോൾ എന്നെ ചെവിക്കൊള്ളണമേ. വേഗം എനിക്ക് ഉത്തരമരുളണമേ. എന്റെ ദിനങ്ങൾ പുക പോലെ മാഞ്ഞു പോകുന്നു. എന്റെ അസ്ഥികൾ വെണ്ണീറുപോലെ വെളുത്തു. ആഹാരം കഴിക്കാൻ ഞാൻ മറന്നതിനാൽ എന്റെ ഹൃദയം പുല്ലിനു തുല്യം വാടിക്കരിഞ്ഞു. വേദനയുടെ ആധിക്യ നിമിത്തം മാംസമസ്ഥിയോട് ഒട്ടിച്ചേർന്നു. ഞാൻ വനാന്തരത്തിലെ ഞാറപക്ഷി പോലെയാണ്, വിജന പ്രദേശത്തെ മൂങ്ങ പോലെയും. പുരമുകളിൽ തനിച്ചിരിക്കുന്ന കുരുവിയെ പോലെ ഞാൻ പേടിച്ചു വിറച്ചു. ദിവസം മുഴുവൻ ശത്രുക്കൾ എന്നെ നിന്ദിക്കുന്നു. സ്തുതിപാഠകരായിരുന്നവർ കള്ളസത്യം ചെയ്യുന്നു. അപ്പം പോലെ ഞാൻ ചാരം ഭക്ഷിക്കുന്നു. പാനീയത്തിൽ എന്റെ കണ്ണീർ കലരുന്നു. അങ്ങ് എന്നെ ഉയർത്തിയെങ്കിലും അങ്ങയുടെ ഉഗ്രമായ കോപം നിമിത്തം ഇപ്പോൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. എന്റെ ദിനങ്ങൾ നിഴൽ പോലെ ചായുന്നു. ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. കർത്താവേ, അങ്ങ് എന്നേക്കും നിലനിൽക്കുന്നു. എല്ലാ തലമുറയും അങ്ങയെ അനുസ്മരിക്കും. കർത്താവേ, എഴുന്നേൽക്കണമേ. സിഹിയോനോട് കരുണ കാണിക്കണമേ. കനിവ് കാണിക്കേണ്ട സമയം ആസന്നമായിരിക്കുന്നു. അങ്ങയുടെ ദാസർക്ക് അവളുടെ കല്ലുകൾ പ്രിയപ്പെട്ടവയാണ്. അവളുടെ ധൂളി പോലും അവർ സ്നേഹിക്കുന്നു. കർത്താവേ, ജനതകൾ അങ്ങയുടെ നാമം ഭയപ്പെടും. ഭൂമിയിലെ രാജാക്കന്മാരെല്ലാം അങ്ങയുടെ മഹത്വത്തെയും. കർത്താവ് സിഹിയോനെ പണിതുയർത്തും.
അവിടുന്ന് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകും. അവിടുന്ന് ദരിദ്രരുടെ പ്രാർത്ഥന ശ്രവിക്കും, അവരുടെ അപേക്ഷ തിരസ്കരിക്കുകയില്ല. ഭാവി തലമുറയ്ക്കായി ഇത് എഴുതപ്പെടട്ടെ. ജനിക്കാനുള്ളവർ കർത്താവിനെ സ്തുതിക്കും. തടവുകാരുടെ ഞെരുക്കം കേൾക്കാനും മക്കളെ മരണത്തിൽ നിന്ന് മോചിക്കാനും തന്റെ വിശുദ്ധിയുടെ ഉന്നതിയിൽ നിന്ന് കർത്താവ് ഭൂമിയിലേക്ക് ഉറ്റുനോക്കി. ജനതകളും രാജ്യങ്ങളും ഒന്നു ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ അണയുമ്പോൾ സിഹിയോനിൽ കർത്താവിൻ്റെ നാമവും ഓരസ്ലേമിൽ അവിടുത്തെ സ്തുതികളും പ്രഘോഷിക്കപ്പെടും. ഭൂമിയിൽ അവിടുന്ന് എൻ്റെ ശക്തി ക്ഷയിപ്പിച്ചു, ആയുസിന്റെ ഹ്രസ്വത അവിടുന്ന് എന്നെ അറിയിച്ചു. ജീവിതമധ്യത്തിൽ അങ്ങ് എന്നെ തിരിച്ചെടുക്കരുതേ, അങ്ങയുടെ വത്സരങ്ങൾ അനന്തമാണല്ലോ. ആദിയിൽ അങ്ങ് ഭൂമിയെ സ്ഥാപിച്ചു, ആകാശം അങ്ങയുടെ കരവേലയാകുന്നു. അവയെല്ലാം കടന്നു പോകുന്നു, അങ്ങു മാത്രം നിലനിൽക്കുന്നു. വസ്ത്രം പോലെ അവ പഴകിപ്പോകും, അങ്ങാകട്ടെ ആയിരിക്കുന്ന പോലെ തന്നെയാകുന്നു. അങ്ങയുടെ വത്സരങ്ങൾ അവസാനിക്കുകയില്ല. അങ്ങയുടെ ദാസരുടെ മക്കൾ ഭൂമിയിൽ വസിക്കും, അവരുടെ സന്തതി തിരുമുൻപിൽ നിലനിൽക്കും. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അസ്ഥികളെ അവിടുത്തെ തിരുനാമം പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുത്തെ ദാനങ്ങളൊന്നും വിസ്മരിക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങളെല്ലാം തൻ്റെ കൃപയാലും കരുണയാലും താങ്ങി നിർത്തുന്നു. നല്ല വിഭവങ്ങളാൽ നിന്റെ ശരീരത്തെ തൃപ്തമാക്കുന്നു. കഴുകന്റെ എന്ന പോലെ നിന്റെ യൗവനം നവീകരിക്കുന്നു. കർത്താവ് പീഡിതർക്കെല്ലാം നീതിയും ന്യായവും നടത്തുന്നു. അവിടുന്ന് തൻ്റെ വഴികൾ മൂശയ്ക്കും ചെയ്തികൾ ഇസ്രായേൽ മക്കൾക്കും വെളിപ്പെടുത്തി. കർത്താവ് ക്ഷമാശീലനും കൃപാനിധിയുമാകുന്നു. അവിടുന്ന് കാരുണ്യവാനും ദയാലുവുമാകുന്നു. നിത്യമായി അവിടുന്ന് കോപിക്കുകയില്ല, അവിടുത്തെ കോപം നിത്യം നിലനിർത്തുന്നില്ല. പാപങ്ങൾക്കനുസൃതം നമ്മോട് പ്രവർത്തിക്കുകയില്ല, അകൃത്യങ്ങൾക്കൊത്ത് ശിക്ഷിക്കുകയില്ല. ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നിരിക്കുന്ന പോലെ കർത്താവിന്റെ കൃപ ഭക്തരിൽ ഉന്നതമാകുന്നു. കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് അകന്നിരിക്കുന്ന പോലെ അകൃത്യങ്ങൾ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റുന്നു. പിതാവ് മക്കളോടെന്ന പോലെ അവിടുന്ന് തന്റെ ഭക്തരോട് കരുണ കാണിക്കുന്നു. നമ്മുടെ മനയപ്പെടൽ അവിടുന്ന് അറിയുന്നു. നാം വെറും പൂഴിയാണെന്ന് അവിടുന്ന് ഓർമ്മിക്കുന്നു. മനുഷ്യന്റെ ദിനങ്ങൾ പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കാറ്റടിക്കുമ്പോൾ അതില്ലാതാകുന്നു. അത് നിന്നിരുന്ന സ്ഥലം പോലും വിസ്മൃതമാകുന്നു. കർത്താവിന്റെ കൃപ തന്റെ ഭക്തരുടെ മേൽ അനാദി മുതൽ നിന്നും ഉണ്ടായിരിക്കും. കർത്താവിന്റെ ഉടമ്പടി പാലിക്കുന്നവരിലും പ്രമാണമോർത്ത് ജീവിക്കുന്നവരിലും അവിടുത്തെ നീതി തലമുറകൾ തോറും നിലനിൽക്കും. കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവിടുന്ന് ഏവരിലും ഭരണം നടത്തുന്നു. കർത്താവിന്റെ ശക്തരായ മാലാഖമാരെ, കൽപ്പനകൾ കാക്കുന്നവരെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ സൈന്യവ്യൂഹങ്ങളെ, തിരുവിഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകരെ അവിടുത്തെ വാഴ്ത്തുവിൻ. അവിടുത്തെ അധികാരം ഭൂമി മുഴുവനിലുമാകയാൽ സർവസൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. തലമുറകളെല്ലാം എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പാവന കന്യകയെ, സ്ത്രീകളിൽ ഉത്തമയെ, ദൈവികമായതിനാൽ നല്ലതും ഉചിതവുമാ ഓഹരി നേടിയ നീയല്ല
ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്. തസ്കരനൊരു നാളും കവരാനാവില്ല, ചിതലും പ്രാണികളും ഭക്ഷണമാക്കില്ല. സ്വർഗീയം നിൻ നിക്ഷേപം ചിരമായി നിലനിൽക്കും. സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. വരുവിൻ, താതൻ തൻ പ്രീതി നിറഞ്ഞവളെ കൈവശമാക്കിയിടൂ. അക്ഷയമായിടും കൃപയും ശാശ്വതമോഹരിയും സുതനന്നരുളിയിലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നീതിവിധിക്കായി നിൻ സുതനിവിടണയുമ്പോൾ പരിജസമാനം നിൻ പ്രാർത്ഥനയുയരട്ടെ. നിൻ സുതനീശോ സുതരിവരിൽ കരുണ ചൊരിഞ്ഞിടാൻ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ. പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ. അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ. സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രോഗികളെ തിരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. എന്നാൽ പ്രധാന പുരോഹിതനും
അവനോട് ചേർന്ന് നിന്നിരുന്ന സദുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിൽ അടച്ചു. രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ